ഈ കുരിശ് വഹിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ഇങ്ങനെ പറയും, എന്റെ അയൽവക്കത്താർക്ക് ആർക്ക് ഈ കുരിശില്ലല്ലോ, എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ വെച്ചത്. നാം എല്ലാവരും നമ്മുടെ കുരിശിന്റെ രൂക്ഷത കൂട്ടുന്നതാണ്. അയൽവക്കത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമുക്ക് കുറെ സമാധാനമാണ്. നമ്മുടെ അയൽവക്കത്ത് ഒരാൾക്ക് കടം കയറി മുടിയാണെങ്കിൽ കടം കയറി മുടിഞ്ഞാൽ നമുക്കൊരാശ്വാസം, ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയല്ല കാണുന്നത്. പലപ്പോഴും നമ്മുടെ കുരിശുകൾ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് തോന്നാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശപിക്കപ്പെട്ട എന്റെ കുടുംബമാണ്, ഞാനാണ് എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുക. അത് നമ്മുടെ നിരാശയെയും കുരിശിന്റെ ഭാരത്തെയും ഇരട്ടിയാക്കും. വേറെ ആർക്കുമില്ലാത്ത സഹനം എനിക്ക് വന്നല്ലോ എന്ന് ദൈവത്തോട് നമ്മൾ പരാതിപ്പെടാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ പരാതി പറഞ്ഞു, മറ്റാർക്കും ഇല്ലാത്ത കുരിശാണല്ലോ നീ എനിക്ക് തന്നത്, എനിക്ക് മതിയായി മടുത്തു, വേറെ ആർക്കും ഇതുപോലെ ഒരു കുരിശ് കൊടുത്തിട്ടില്ലല്ലോ. അവനെ ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവനെ കൊണ്ട് കുരിശുകളുടെ ഒരു ഗോഡൌണിൽ കൊണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കുരിശ് നീ തെരഞ്ഞെടുത്ത, പോയി നോക്കിക്കൊള്ളുക, നിനക്ക് ഇഷ്ടമുള്ള കുരിശ് നീ തെരഞ്ഞെടുത്തുകൊള്ളുക. അയാൾക്ക് സന്തോഷമായി. അയാളുടെ ജീവിതത്തിന് യോജിച്ച ഒരു കുരിശ് കണ്ടുപിടിക്കാൻ അവൻ ആ ഗോഡൌണിലേക്ക് പോകണം. കുരിശുകളെല്ലാം ഇരിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു കുരിശ് ഭയങ്കര ഭാരമുള്ള കുരിശ്. ഓ, ഇതെനിക്കൊന്നും പറ്റില്ല. അടുത്ത കുരിശിലേക്ക് നടന്നു. അതാണ് വളഞ്ഞിരിക്കുന്ന കുരിശ്. ഇതൊട്ടും പറ്റുകയില്ല. അടുത്ത കുരിശിലേക്ക് ചെന്നു. ആ കുരിശുമ നിറച്ച് മുള്ളുള്ള മരങ്ങൾ ഉണ്ടാക്കിയാണ്. അവൻ ചിന്തിച്ച് ഈ കുരിശും എനിക്ക് യോജിച്ചതല്ല. പിന്നീട് ഒരു കുരിശ് വെച്ചാൽ അതിന് പൊക്കം കൂടുതൽ. ഈ കുരിശ് താങ്ങാൻ പറ്റില്ല. അവൻ അത് ഉപേക്ഷിച്ചു. അങ്ങനെ കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പാകത്തിനൊരു കുരിശ് അവന് കിട്ടി. ആ കുരിശും കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു, എനിക്ക് ഈ കുരിശ് മതി എന്ന് പറഞ്ഞു. അപ്പോ ദൈവം അവനോട് പറഞ്ഞു, എടാ പൊട്ട, ഈ കുരിശല്ലേ നീ ആദ്യം തന്നത്, നീ നിന്റെ കുരിശ് കണ്ടായിരുന്നു, നീ ഇപ്പൊ എടുത്തുകൊണ്ട് വന്ന കുരിശ നിനക്ക് തന്നത്, നിനക്ക് ഏറ്റവും യോജിച്ച കുരിശ ഞാൻ തരുന്നത് എന്ന് പറയുകയാണ്. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് ഏറ്റവും യോജിച്ചൊരു കുരിശ് തന്നു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുടിയനായ ഭർത്താവായിരിക്കും, നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല, അത് യോജിച്ചത്. മരുമകളായിരിക്കും, രോഗമായിരിക്കും, നമ്മുടെ ശരീരത്തിന്റെ നിറമായിരിക്കും, അല്ലെങ്കിൽ ദാരിദ്ര്യമായിരിക്കും, നമുക്കിഷ്ടം പോലെ വസ്ത്രങ്ങളില്ലെന്ന പരാതിയായിരിക്കും, കടബാധ്യതയിൽ എന്തെങ്കിലും ആവട്ടെ, ദൈവം തന്ന കുരിശിനെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അതിനെ വഹിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. എന്റെ കുരിശ് വഹിക്കാൻ എളുപ്പമുള്ളൂ, എന്റെ മുഖം ലഘുവുമാണ്. എന്റെ കുരിശ്, ദൈവത്തിന്റെ കുരിശ് വഹിക്കാൻ എളുപ്പമാണ്. അതറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 5 കിലോ അല്ലെങ്കിൽ 6 കിലോ കരിങ്കല്ല് തരണം. അത് പിടിച്ചെടുത്ത് നിൽക്കാൻ പറയേണ്ടത്. നിങ്ങൾ 5, 6, 8 കിലോ ഉള്ള കരിങ്കല്ലും പിടിച്ച് നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? നമ്മൾ അത് എന്ത് ശാപമായി, എന്തോ ഒരു ശിക്ഷയായിട്ട് നമുക്ക് കണക്കാക്കും. ആ കരിങ്കല്ല് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കക്ഷത്തിലും പൊക്കത്തൊക്കെ ഇരിക്കുന്ന ആ കൊച്ചിന് എത്ര കിലോ ഉണ്ട്? 5, 6 കിലോ ആണെന്ന് പോകും. അതിനെത്ര കാര്യം പിടിക്കാൻ നമുക്ക് മടിയും. കാരണം എന്താ? അതെന്റെ കൊച്ചാണ്, അതിനോടുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം കുരിശിനെ നിഷ്പ്രഭമാക്കും, ഭാരം ലഘുവാകും. കാരണം എന്റെ ഭാരം, ദൈവം തന്ന ഭാരം, ഞാൻ ആ ഭാരത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ്. എന്റെ കുരിശ് വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ ഭാരം ലഘുവുമാണ്. കർത്താവിൽ നിന്ന് ആ കുരിശിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ കുരിശ് നമുക്ക് സന്തോഷത്തിന്റെ കാരണം. അങ്ങനെ മാത്രമേ കുരിശിനെ മാറ്റാൻ പറ്റൂ. ജീവിതത്തിൽ ഒരു കുരിശുമില്ലാതെ ജീവിക്കാമെന്ന് ഒരാളും കരുതരുത്. ജീവിതത്തിൽ കുരിശില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുരിശ് പ്രാർത്ഥിച്ച ദൈവം പതുക്കെ മാറ്റും. ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നു, അത്ഭുതം കാണിക്കാൻ ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കുരിശ് പതുക്കെ മാറാൻ സമ്മതിക്കും. പക്ഷെ അടുത്ത കുരിശ് സ്വന്തം വരും, അടുത്ത കുരിശ് വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും.
കുരിശില്ലാതെ ഭൂമി സുഖിക്കാൻ ദൈവം നിശ്ചയം. അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ, ഈ ഭൂമി പറ്റില്ല. ഭൂമിയിൽ നാം സഹനങ്ങളെ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ കൂലി അനുഭവിച്ച് നാം തീർക്കേണ്ടത്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം, അതിന്റെ ഫലമായി വന്ന നീ വിയർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. രോഗവും പീഡകളും അധ്വാനവും കഠിനാധ്വാനം എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടാണ് നാം ശ്രദ്ധിക്കേണ്ടത്, കുരിശുകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, കുരിശുകളെ നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റും. അത് എന്റെ ദൈവം തന്ന കുരിശായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റും. കുരിശില്ലാതിരിക്കുകയില്ല. നമ്മുടെ ഒരു മനുഷ്യൻ 10-15 നിലകളുള്ള ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ പോയി പെടാനിടയായി. അയാൾ പട്ടണം കാണാൻ വേണ്ടി മുകളിൽ കയറിയതാണ്. പട്ടണം കണ്ട് മനോഹരമായ പട്ടണമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആരോ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട ഡോറ് കുത്തിയിട്ടുണ്ട്. അതയാൾ ഇറങ്ങി പോയി. ഇങ്ങനെ മുകളിലെടുത്തുന്നത് ലോകം മുഴുവൻ സൂചിക്കുന്നത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അറിഞ്ഞില്ല. കുറ്റിയിട്ട് താഴേക്ക് പോകും. ഇയാളാണ് മുകളിൽ ഒരു വെയിലത്ത് നിൽക്കുകയാണ്. ഒരു വെയിലത്ത് ചുറ്റും നോക്കി ആകാശവും ലോകം മുഴുവൻ കാണാം. താഴേക്ക് നോക്കി 100 കണക്കിന് മനുഷ്യർ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന അയാൾക്ക് കാണാം. അയാള് വിളിച്ചിട്ടൊന്നും ആരും വിളി കേൾക്കുന്നില്ല. ഇയാൾക്കാണ് ദാഹിച്ച് ഇയാൾ കുഴഞ്ഞ് വീഴാറായി, ആകെ അസ്വസ്ഥമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലരെങ്ങനെ വിളിക്കാൻ നോക്കി, ഒരാളും മുകളിലേക്ക് നോക്കുന്നില്ല, ആരും ഇയാളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ ഇയാളൊരു ബുദ്ധി പ്രയോഗിച്ചു. ഇങ്ങനെ ടീമുകള് ഫുൾ ടൈം വർത്താനം പറയാം, എന്ത് കിട്ടുന്നു എന്നും വന്ന അവിടെ ഇരിക്കും. പ്രസംഗം വന്നപ്പോൾ പറഞ്ഞു കയ്യിലിരിപ്പാണെങ്കിൽ അത് ഭയങ്കര. അപ്പൊ ഈ മനുഷ്യൻ മുകളില് ഇരുന്നിട്ട് ഇങ്ങനെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ നോക്കണം. അപ്പൊ ആരും അയാളെ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴയാൾ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു 500 നോട്ട് ചുരുട്ടി താഴേക്ക് ഇട്ടു. അത് കിട്ടിക്കഴിയുമ്പോൾ ആരെങ്കിലും നോക്കൂല കേൾക്കുന്ന അയാൾ കിട്ടും. ആ വഴി വന്ന താഴെ കൂടി വന്ന് ഒരുത്തൻ ആ 500 നോട്ട് കണ്ടു. അവനെ കൊടുത്തിട്ട് 500 നോട്ട് ചുറ്റും നോക്കി ആരും കണ്ടില്ല. പോക്കറ്റ് ഇട്ടിട്ട് അയാൾ അയാളുടെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ഇനി 500 നോട്ട് അയാളുടെ കയ്യിൽ നിന്ന് പോയി. വേറൊരു 500 നോട്ട് കൂടി ഇട്ടു. വേറൊരുത്തൻ വന്നു, ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ആ 500 നോട്ട് പോക്കറ്റ് ഇട്ട സ്ഥലം. അത് കഴിഞ്ഞു എന്തു വന്നാലും ആരും മുകളിലേക്ക് നോക്കാൻ ഇയാളെ സഹായിക്കാനാക്കില്ല, ഇയാൾക്ക് വെള്ളം കൊടുക്കാനാക്കില്ല. അങ്ങനെ വന്നപ്പോ ഇയാളുടെ അടവെടുത്തത് അവിടെ ഒരു കല്ലിരിപ്പുണ്ടായിരുന്നു, ഒരു ഇഷ്ടിക. അത് നേരെ അതിനെ കടന്നു പോയിട്ട് തലയിലേക്ക് ഇട്ടു. തലയിൽ കല്ല് വീണപ്പോൾ ഇവൻ ചാടിപ്പോയി അപ്പൊ മുകളിൽ നിൽക്കണം പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ചാവാൻ പോവാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം എത്തിച്ചല്ല എന്ന് പറഞ്ഞു. അയാൾ കരഞ്ഞു. അപ്പോ അതിന് ഉത്തരം കിട്ടി. അയാൾ ആ വെള്ളം കൊണ്ട് മോളിൽ ചെന്ന മനുഷ്യൻ രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഇങ്ങനെയാണ്, നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ, അനുഗ്രഹം കിട്ടിയ ചിലരെ അത് വകവയ്ക്കുകയല്ല, തലേ കല്ല് വീഴുന്നവരെ അവൻ നോക്കിയിരിക്കും, ദൈവത്തെ വിളിക്കുകയല്ല. തലേ കല്ല് വീണിട്ട് ദൈവത്തെ വിളിച്ച അനുഭവമാണ് നമ്മളെല്ലാവരെയും. അനി നോക്കൂ, നമുക്ക് എത്രയോ അനുഗ്രഹം ദൈവം തോന്നും, എത്രയോ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, എത്ര പ്രാർത്ഥനകൾ ദൈവം കേട്ടു. നമുക്ക് ദൈവത്തോട് തോന്നിയിട്ടുള്ള ആകർഷണമുണ്ടോ? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, പറയുക ചെയ്യാൻ, പറയാൻ വേണ്ടി മടിയാണ്. നാം നമ്മുടെ വഴിക്ക് നോക്കും, ഡോക്ടർ ഉപകാരം നിൽക്കും, മറ്റും പണം കൊണ്ട് തന്നു, അല്ലെങ്കിൽ ഇന്ന വീട്ടുകാരെ സഹായിക്കാൻ വീടും എല്ലാം ചുറ്റും നോക്കിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അപ്പൊ തലയിൽ ദൈവം ഒന്നിൽ തല്ലിടും. ആരാണ് നമ്മൾ യോജിക്കും? നമ്മുടെ ജീവിതം പഴയ കാലത്ത് അനുഭവം നോക്കി, കണ്ണീരൊഴുക്കി നാം പ്രാർത്ഥിച്ചത്, ദൈവത്തോടൊപ്പം നിന്നത്, ദൈവത്തെ പേടിച്ചത്, പള്ളിയിൽ വരാൻ താല്പര്യം കാണിച്ചത്, ഒരു മുട്ടുകുത്താനുള്ള എളിമയെങ്കിലും നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ കുരിശിലാണ്. നമ്മുടെ വേദനയിലെ നാം ദൈവത്തെ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് തലയിൽ കരിങ്കല്ല് വീഴുന്നതിന് മുമ്പ് ദൈവത്തെ നോക്കിക്കൊള്ളണം. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ദൈവത്തെ മറന്ന് തോന്നിയാണ് ജീവിച്ചവരുണ്ട്. അവരവസാനം ദൈവത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം വരാൻ കാരണം ദൈവം അവരുടെ മുമ്പിൽ കുരിശ് വെച്ച് കിട്ടിയപ്പോഴാണ്, അല്ലാതെ അവർക്ക് അനുഗ്രഹം കൊടുത്തപ്പോഴല്ല. പലപ്പോഴും അനുഗ്രഹങ്ങളെക്കാൾ ദൈവം തരുന്ന കുരിശുകളും വേദനകളുമാണ് ദൈവത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നത്. ഇതാണ് ആത്മീയ രഹസ്യം. ഇതാണ് ആത്മീയ രഹസ്യം.
അതുകൊണ്ടാണ് ദൈവം കുരിശുകൾ തരുന്നത്, വേദന. അതുകൊണ്ട് ചെറിയ ചെറിയ കുരിശ് വരുമ്പോൾ ഓർത്തു കൊള്ളണം. പണ്ട് ഫോൺ ബെല്ലടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ റിസീവർ എടുക്കും, ആരാണ് എന്ന് ചോദിക്കും. ഫോൺ ബെല്ലടിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ. സഹനം വരുമ്പോഴേ റിസീവർ എടുത്തോണ്ട് ചോദിക്കണം, ഇതിന്റെ പുറകിൽ ആരാ വിളിക്കുന്നത്. ഉടനെ ദൈവത്തിലേക്ക് തിരിക്കണം. അല്ലെങ്കിൽ ഈ സഹനം നമ്മെ വിട്ടു പോവുകയാണ്. നമ്മെ വിശുദ്ധീകരിക്കാതെ ജീവിതത്തിലെ സഹനം നമ്മെ കടന്നു പോവുകയില്ല. നമ്മെ വിശുദ്ധീകരിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന അത്ഭുതമാണ് വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പതറരുത്. അഗ്നിപരീക്ഷ ശുദ്ധീകരിക്കാനുള്ള ദൈവത്തിന്റെ വഴിയാണ് ഈ ചെറിയ ചെറിയ കുരിശും രോഗവും വേദനയും. അതുകൊണ്ട് അധികം തലയിൽ വിത്തി വീഴാതെ ദൈവത്തിലേക്ക് തിരിഞ്ഞോണം. ദൈവത്തെ വെല്ലുവിളിക്കരുത്. ഇതാണ് സുവിശേഷം തരുന്ന സന്ദേശം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ, എന്നെ അനുഗമിക്കട്ടെ. കർത്താവിന്റെ വാക്കുകൾ ഈ നോമ്പുകാലത്ത് പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.